വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ദ കോസി കപ്പിൾ. സോ ഇന്നൊരു ഓൺ വോയിസ് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഹോസ്പിറ്റലായ സമയത്ത് എനിക്ക് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ഒക്കെയാണ് ഇന്നലെ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇന്ന് അതിൻ്റെ നെക്സ്റ്റ് ഒരു പാർട്ട് എന്ന രീതിയിൽ ഞാൻ തന്നെ എൻ്റെ ആ ഒരു സ്റ്റോറി പറയാമെന്ന് വിചാരിച്ചു. സോ അതുകൊണ്ടാണ് ഇന്നൊരു ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വന്നത്. പിന്നെ ഇന്നലെ വീഡിയോയിൽ ഞാൻ ജൂലൈ 1 എന്നാണ് പറഞ്ഞത്. അത് ബൈ മിസ്റ്റേക്ക് ആയിരുന്നു, ജൂൺ 1 ആണ്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ് നിർത്തിയത് എനിക്ക് പെയിൻ വരാൻ വേണ്ടിയിട്ട് മെഡിസിൻ തന്നു. അപ്പം പെയിൻ വരുന്നുണ്ടായിരുന്നില്ല. ജൂൺ 4 എനിക്കത് തരുന്നത്. അപ്പം ഞാൻ അന്ന് വൈകിട്ട് ജൂൺ 4 ഞാൻ ലേബർ റൂമിലാണ് കിടന്നത്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ തിരിച്ച് റൂമിലേക്ക് തന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് പോയത്. അങ്ങനെ എനിക്ക് ഫസ്റ്റ് മെഡിസിൻ തന്നു. പെയിനൊന്നും വരുന്നുണ്ടായിരുന്നില്ല. സെക്കൻഡ് എനിക്ക് ട്രിപ്പാണ് ഇട്ടത്. ട്രിപ്പ് ഇടുന്നത് ജൂൺ 5 രാവിലെ വെളുപ്പിന് ഒരു 4 മണിയൊക്കെ ഒരു ട്രിപ്പ് ഇട്ടത്. പെയിൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് സെക്കൻഡ് ട്രിപ്പ് ഇട്ടു, പെയിൻ ഇല്ല. തേർഡ് ട്രിപ്പിലാണ് എനിക്ക് പെയിൻ വരുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ മാത്രമാണ് ഞാൻ പെയിൻ ശരിക്കും അനുഭവിച്ചത്. എനിക്ക് ശരിക്കും ലാസ്റ്റ് സ്റ്റേജിൽ മാത്രമാണ് പെയിൻ സ്റ്റാർട്ട് ചെയ്തത്. അതെന്തോ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ അതായത് തൊട്ടിപ്പുറത്ത് ബെഡിൽ കിടന്ന ആൾക്കാർക്ക് തലേദിവസം തൊട്ടേ പെയിൻ സ്റ്റാർട്ട് ചെയ്തു. അവർ ആ ഒരു വൈകിട്ട് തൊട്ടേ പെയിൻ അനുഭവിച്ച് ലാസ്റ്റ് പിറ്റേ ദിവസം രാവിലെ ആയിട്ടും അത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഫൈനലി ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് അവർക്ക് ഡെലിവറി ആയത്. അതും സെക്ഷൻ. അത്രയും വേദന അനുഭവിച്ചിട്ട് ലാസ്റ്റ് സെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഓർക്കുമ്പം എൻ്റെ കേസിൽ എനിക്ക് ശരിക്കും നല്ല ഭാഗ്യമായിരുന്നു. കാരണം ലാസ്റ്റ് സ്റ്റേജിൽ മാത്രമാണ് എനിക്ക് വേദന വന്നത്. അങ്ങനൊരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം കുറച്ച് പെയിനായിരുന്നു. പിന്നെ അത് കണ്ടിന്യൂസ്ലി വരാൻ തുടങ്ങി. അങ്ങനെ പെയിൻ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ കിടന്ന് കാറാനൊക്കെ തുടങ്ങി. പിന്നെ ഒന്നും എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. എൻ്റെ അടുത്ത് നേഴ്സസ് ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും കാണണോ, ഹസ്ബൻഡിനെ കാണണമെന്ന് 2-3 പ്രാവശ്യം ചോദിച്ചു. ഫസ്റ്റ് ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് കാണണ്ടെന്നാണ്. പിന്നെ ഞാൻ അമ്മയെ കാണുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് അമ്മ വന്നിട്ട് എൻ്റെ കരച്ചിൽ കണ്ടിട്ട് അമ്മ കരയിതു. അപ്പോൾ നേഴ്സസൊക്കെ ചോദിക്കുന്നുണ്ട്, ആശ്വസിപ്പിക്കാൻ വന്ന ആളിരുന്ന് കരയുവാണോ എന്ന്. പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് ഹസ്ബൻഡിനെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ വന്നിട്ട് ചേട്ടൻ ആകെപ്പാടെ ബോധക്ഷയമൊക്കെ ആയിരുന്നു. കാരണം എൻ്റെ കരച്ചിൽ കണ്ടിട്ട്. എന്നിട്ട് പറഞ്ഞു അവളെ കൊണ്ട് പറ്റത്തില്ല, അവൻ്റെ സെക്ഷൻ മതി എന്നുള്ളത് പറഞ്ഞു ആൾ കേട്ടോ. ഞാൻ ആളുടെ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, എനിക്ക് വയ്യ എന്നൊക്കെ ഉള്ളത് ഞാനും പറഞ്ഞു. ഞാൻ നേഴ്സസിനോടും പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല, പെയിൻ വരുവാണ്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഇത്രയും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല പറ്റണം എന്നുള്ളത് അവരിങ്ങോട്ട് പറഞ്ഞു തരികയാണ്. പിന്നെ എനിക്ക് ആ പെയിനൊക്കെ വന്ന സമയത്ത് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അവിടെ ഉണ്ടായിരുന്ന സീനിയർ നേഴ്സസും ജൂനിയർ നേഴ്സസും ഒക്കെയാണ് എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നത്. അവരത്രയും കെയറാണ്. എനിക്ക് പെയിൻ വന്ന സമയത്ത് അവിടെ എൻ്റെ സൈഡിൽ ഇരുന്നത് ഒരു സീനിയർ ആയിട്ടുണ്ടായിരുന്ന ഒരു നേഴ്സാണ്, സ്റ്റാഫ് നേഴ്സാണ്. അപ്പം എനിക്ക് വയറൊക്കെ തടവി തരുകയും ഒക്കെ ചെയ്തിരുന്നു. സോ ഫുൾ സപ്പോർട്ടായിരുന്നു ഫ്രം ഭാരത് ഹോസ്പിറ്റൽ. എസ്പെഷ്യലി ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര കെയർ ആയിരുന്നു. എനിക്കതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. സോ പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഭാരത് ഹോസ്പിറ്റൽ ഫോർ പ്രഗ്നൻസി, ഭാരത് ഹോസ്പിറ്റലിൽ ഞാൻ സജസ്റ്റ് ചെയ്യും. ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ പെയിൻ വന്ന് ലാസ്റ്റ് ഇതായപ്പോഴത്തേക്കിനും അവർക്ക് തന്നെ ഡോക്ടർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറിൻ്റെ അടുത്ത് എനിക്ക് പറ്റുന്നില്ല, എന്നെ സെക്ഷൻ ചെയ്തോ എന്ന് ഞാൻ തന്നെ പറഞ്ഞു. അപ്പോഴും അവർ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് പക്ഷേ അവർക്ക് തോന്നി കാണാം മേ ബി നോർമൽ ആവാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. ഡോക്ടർ പറഞ്ഞു അപ്പന്നാ ഇറ്റ്സ് എ ബേബി ഗേൾന്ന്. സോ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ പെൺകുട്ടിയായി. സോ എനിക്കൊരുപാട് സന്തോഷമായിരുന്നു ആ ഒരു മൊമെൻറ്റിൽ. പിന്നെ എന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറക്കി എല്ലാവരെയും കണ്ടു. ഒരുപാട് സന്തോഷമായിരുന്നു. പിന്നെ എല്ലാവരും വിചാരിക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നോർമൽ ഡെലിവറി ആവുമെന്നുള്ളതായിരുന്നു. അപ്പം അതെന്താണ് അങ്ങനെ എല്ലാവരും സർപ്രൈസ്ഡ് ആയി എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വരാം. ടാറ്റ ബൈ ബൈ.